പ്രധാനമന്ത്രി ആവാസ് യോജന സർവേയിൽ വെള്ളം ചേർത്ത് തദ്ദേശ വകുപ്പ്. ലൈഫ് മിഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർ മാത്രം സർവേയിൽ മതിയെന്നും പുതിയ ആരെയും ഉൾപ്പെടുത്തരുത് എന്നും സർക്കാർ നിർദ്ദേശം നൽകി. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് സർക്കാർ നൽകിയ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. സർക്കാരിന്റെ നിലപാടിനെ തുടർന്ന് ലൈഫ് പട്ടികയ്ക്ക് പുറത്തുള്ള ഭവനരഹിതർ പ്രതീക്ഷയറ്റ നിലയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന ഭവന നിർമ്മാണ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. PMAY ലിസ്റ്റിൽ ആവശ്യത്തിന് ഗുണഭോക്താക്കളില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ 2025 ഏപ്രിൽ മുതൽ പുതിയ സർവേ ആരംഭിച്ചു. കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരം അർഹരായ മുഴുവൻ ഭവനരഹിതരെയും നേരിൽ കണ്ട് വിവരങ്ങൾ ആവാസ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് ജിയോ ടാഗ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. എന്നാൽ 6 വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ തയ്യാറാക്കിയ വീടില്ലാത്തവരുടെ ലിസ്റ്റിൽ നാളിതുവരെ ധനസഹായം ലഭ്യമാകാത്തവരെ മാത്രം പുതിയ സർവേയിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ഇക്കാര്യം അറിയിച്ച സർക്കാർ തദ്ദേശഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് അയച്ച കത്താണ് ഈ കാണുന്നത്. ഇതോടെ ഒരു ലിസ്റ്റിലും ഉൾപ്പെടാത്ത നിരവധി ഭവനരഹിതർ സർവേക്ക് പുറത്തായി. അർഹതയുള്ള മുഴുവൻ ഭവനരഹിതരെയും ഉൾപ്പെടുത്താനായി സർവേയുടെ കാലാവധി കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരുന്നു. നിലവിൽ ജൂൺ 6 സർവേ അവസാനിപ്പിക്കേണ്ട അവസാന തീയതി. ഒരു വീടെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്ന തിരുവനന്തപുരം മടവൂരിലെ ലതികയെ പോലെ ആയിരക്കണക്കിന് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മേലേറ്റ പ്രഹരമാണ് സർക്കാരിന്റെ ഈ നടപടി. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും അത് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നവർക്ക് ഏറ്റ അടി തന്നെയാണെന്ന് പറയാം. എന്തുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയി എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. എന്തായാലും കമന്റ് ബോക്സിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ പ്രശ്നമായതുകൊണ്ടാണ് ഒരു പൊതു പ്രശ്നമായതുകൊണ്ടാണ് അത് വായിക്കുന്നത്. കറണ്ട് പോയിട്ട് 3 ദിവസമായി KSEBിയിൽ വിളിച്ചാൽ ഒന്ന് കിട്ടേണ്ടേ എന്ന് പറയുന്നു. ഇടുക്കി മുരികശ്ശേരി KSEB ഓഫീസിൽ അവിടുത്തെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് മടുത്തു. അവിടെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ ഫോൺ എടുക്കാത്തത് എന്നതാണ് ചോദ്യം. അപ്പോൾ അത് ബന്ധപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു.